ജ്യോതിഷമെന്ന അത്ഭുത പ്രപഞ്ചത്തിലെ 27 നക്ഷത്രങ്ങളിൽ കിരീടവും ചെങ്കോലുമേന്തി നിൽക്കുന്ന ഒരേ ഒരു നക്ഷത്രമേയുള്ളൂ. അത് മകമാണ്. മകം പിറന്ന മന്നൻ എന്ന പഴഞ്ചൊല്ല് മലയാളിയുടെ നാവിൻ തുമ്പിലുണ്ട്. എന്നാൽ ഈ നക്ഷത്രവരിയിൽ ഒതുങ്ങുന്നതാണോ മകം നക്ഷത്രത്തിന്റെ സ്വാധീനം? ഒരിക്കലുമല്ല. ആകാശമണ്ഡലത്തിലെ 10ാമത്തെ നക്ഷത്രമായ മകം വെറുമൊരു നക്ഷത്രമല്ല, മറിച്ച് ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ പാലമാണ്. അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഏകാന്തതയുടെയും വിരക്തിയുടെയും കനലുകൾ പേറുന്ന ഒരു വിചിത്ര പ്രതിഭാസമാണ് ഈ നക്ഷത്രക്കാർ. നിങ്ങളൊരു മകം നക്ഷത്രക്കാരനാണോ എങ്കിൽ നിങ്ങളിൽ ഒരു രാജാവുണ്ട്, അല്ലെങ്കിൽ ഒരു നേതാവുണ്ട്. അത് പുറമേ പ്രകടമല്ലെങ്കിലും നിങ്ങളുടെ രക്തത്തിൽ ആ അധികാരം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പക്ഷേ ആരും പറയാത്ത ഒരു സത്യമുണ്ട്. ഈ രാജകീയത നിങ്ങൾക്ക് ചുമ്മാ കിട്ടിയതല്ല. നിങ്ങളുടെ പൂർവികർ, അതായത് നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കായി കരുതി വെച്ച പുണ്യത്തിന്റെയും കർമ്മത്തിന്റെയും ബലമാണത്. 27 നക്ഷത്രങ്ങളിൽ പിതൃക്കൾ ദേവതയായിട്ടുള്ള ഏക നക്ഷത്രം മകമാണ്. ഇതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാരുടെ ജീവിതം കേവലം വ്യക്തിപരം മാത്രമല്ല, അതൊരു വംശത്തിന്റെ തന്നെ തുടർച്ചയാണ്. എന്തുകൊണ്ടാണ് മകം നക്ഷത്രക്കാർ ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാൻ കഴിയാത്തത്? പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും എന്തിനാണ് അവർ ആത്മീയതയുടെയും മോക്ഷത്തിന്റെയും വഴികൾ തേടുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടിയുള്ള യാത്രയാണ് ഈ വീഡിയോ. അധികാരത്തിന്റെ ഗ്രഹമായ സൂര്യനും മോക്ഷത്തിന്റെ ഗ്രഹമായ കേതുവും ഒരേപോലെ സ്വാധീനം ചെലുത്തുന്ന ഈ നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി നമുക്ക് സഞ്ചരിക്കാം. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ജ്യോതിഷ പ്രവചനങ്ങൾക്കപ്പുറം മകത്തിന്റെ നിഗൂഢമായ ആത്മരൂപത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ തിരിച്ചടികൾക്ക് പിന്നിലെ കർമ്മ രഹസ്യങ്ങളെക്കുറിച്ചും ഈ നക്ഷത്രത്തെ ഒരു മിസ്റ്റിക് നക്ഷത്രമാക്കി മാറ്റുന്ന ഘടകങ്ങളെക്കുറിച്ചും നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഇത് വെറുമൊരു നക്ഷത്ര ബലമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സുഗന്ധം തിരിച്ചറിയാനുള്ള ഒരു വഴികാട്ടിയാണ്. മകത്തിന്റെ പ്രൗഢിക്ക് പിന്നിലെ കണ്ണീരും ഗാംഭീര്യത്തിന് പിന്നിലെ കരുണയും ആരും പറയാത്ത രഹസ്യങ്ങളായി ഇന്നും അവശേഷിക്കുന്നു. പലപ്പോഴും മകം നക്ഷത്രക്കാരെ ലോകം തെറ്റിദ്ധരിക്കാറുണ്ട്. അവരുടെ ആത്മവിശ്വാസം അഹങ്കാരമായും അവരുടെ വ്യക്തിപരമായ നിലപാടുകൾ പിടിവാശിയായും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ ഒരു സിംഹം കാട്ടിൽ നടക്കുന്നത് കാടിനെ പേടിപ്പിക്കാനല്ല, മറിച്ച് തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാനാണ്. അതുപോലെയാണ് മകം നക്ഷത്രക്കാരും. തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും സഹിക്കാനും പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും അവർ കാട്ടുന്ന ആവേശം സമാനതകളില്ലാത്തതാണ്. ഈ യാത്രയിൽ നമ്മൾ തിരയുന്നത് മകത്തിന്റെ വെളിച്ചം മാത്രമല്ല, അതിന്റെ നിഴലുകളെ കൂടിയാണ്. എന്തൊക്കെയാണ് മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത്? ഏതുതരം ഊർജ്ജമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്? പിതൃക്കളുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത്? ഇങ്ങനെ ആരും തേടാത്ത തലങ്ങളിലൂടെയുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണമാണിത്. മകം പിറന്ന മന്നൻ എന്നത് ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാത്രമേ അറിയാവൂ. പല്ലക്കിലിരുന്ന രാജാവിനെ ലോകം കാണുമ്പോൾ ആ പല്ലക്ക് ചുമക്കുന്നവരുടെ വേദനയും ആ രാജാവിന്റെ ഏകാന്തതയും മകം നക്ഷത്രത്തിന്റെ മാത്രം സ്വകാര്യതയാണ്. ആ സ്വകാര്യതകളിലേക്ക്, ആ നിഗൂഢതകളിലേക്ക് നമുക്ക് ഒന്നിച്ചിറങ്ങിച്ചെല്ലാം. ജ്യോതിഷ മണ്ഡലത്തിലെ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രഭാവമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകം. ആകാശമണ്ഡലത്തിലെ 10ാമത്തെ നക്ഷത്രം. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം അധികാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. മകം പിറന്ന മന്നൻ എന്ന പഴഞ്ചൊല്ല് വെറുതെ ഉണ്ടായതല്ല. ഭരണാധികാരവും നേതൃത്വ ഗുണവും ഈ നക്ഷത്രത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ചിങ്ങം രാശിയിലെ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് മകം നക്ഷത്രത്തിന്റെ വ്യാപ്തി. ഇതിന്റെ അധിപൻ കേതുവാണ്. എന്നാൽ രാശാധിപൻ സൂര്യനും. ആത്മീയതയുടെയും മോക്ഷത്തിന്റെയും ഗ്രഹമായ കേതുവും അധികാരത്തിന്റെയും ആത്മാവിന്റെയും ഗ്രഹമായ സൂര്യനും ഒത്തുചേരുന്ന ഒരിടമാണ് മകം. ഈ വൈരുദ്ധ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. മകത്തിന്റെ അടയാളം പല്ലക്കല്ലെങ്കിൽ രാജസിംഹാസനമാണ്. ഇത് കേവലം സുഖസൗകര്യങ്ങളുടെ അടയാളമല്ല, മറിച്ച് ഉത്തരവാദിത്തത്തിന്റെയും വംശമഹിമയുടെയും അടയാളമാണ്. മറ്റുള്ളവർ ചുമലിലേറ്റുന്ന പല്ലക്കിലിരിക്കുന്ന രാജാവിനെ പോലെ മകം നക്ഷത്രക്കാർ എപ്പോഴും ആദരവും അംഗീകാരവും ആഗ്രഹിക്കുന്നു. മകം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ദേവതയാണ്. മിക്ക നക്ഷത്രങ്ങൾക്കും ഓരോ ദൈവങ്ങൾ ഉണ്ടാകുമ്പോൾ മകത്തിന്റെ ദേവത പിതൃക്കളാണ്. നമ്മുടെ പൂർവികരുടെ അനുഗ്രഹവും ഊർജവും നേരിട്ട് ലഭിക്കുന്ന നക്ഷത്രമാണിത്. മകം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ തന്റെ വംശത്തിന്റെ കർമ്മബലങ്ങൾ പേറുന്നവനായിരിക്കും. കുടുംബത്തിലെ മുൻ തലമുറകൾ ചെയ്ത പുണ്യവും പാപവും മകം നക്ഷത്രക്കാരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പിതൃദോഷം ഉണ്ടാവാനോ അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കാനോ സാധ്യതയുണ്ട്. തങ്ങളുടെ വേരുകളിലേക്കും പാരമ്പര്യത്തിലേക്കും ഇവർ എപ്പോഴും തിരിഞ്ഞു നോക്കും. കുടുംബ മഹിമ കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണെന്ന് പറഞ്ഞല്ലോ.
കേതു തലയില്ലാത്ത ഗ്രഹമാണ്. അത് ലൗകിക സുഖങ്ങളിൽ നിന്ന് വിരക്തി നൽകുന്നവരാണ്. എന്നാൽ ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യൻ പ്രശസ്തിയും അധികാരവും ആഗ്രഹിക്കുന്നു. ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള പോരാട്ടം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിഴലിക്കാറുണ്ട്. പുറമേ നോക്കിയാൽ ഇവർ വലിയ അഹങ്കാരികളാണെന്ന് തോന്നാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ഭൗതികമായ നേട്ടങ്ങളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും എന്തിനോ വേണ്ടി ഒരു ശൂന്യത ഇവർ അനുഭവിക്കും. ഈ അവസ്ഥയെ മഹത്തായ ഏകാന്തത എന്ന് വിളിക്കാം. ആൾക്കൂട്ടത്തിനിടയിലും താൻ തനിയെയാണെന്ന ബോധം ഇവരിലുണ്ടാകും. ആത്മാഭിമാനം പണയപ്പെടുത്തിയുള്ള ഒരു കളിക്കും ഇവർ തയ്യാറാവില്ല. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. വളച്ചൊടിക്കാത്ത സംസാരമാണ് ഇവരുടേത്. ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് പരുഷമായി തോന്നാം. ഒരു കൂട്ടത്തെ നയിക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മനാ ലഭിച്ചതാണ്. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവർക്ക് അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെങ്കിലും അത്ര പെട്ടെന്ന് തന്നെ അവർ ശാന്തരാകുകയും ചെയ്യും. ആരോടും പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രകൃതമല്ല മകത്തിന്റേത്. മേടം നവാംശത്തിൽ ഉൾപ്പെട്ട മകം 1-ാം പാദക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനമുണ്ടാകും. ഈ പാദത്തിൽ ജനിച്ചവർ അതീവ ധൈര്യശാലികളും മുൻകോപികളുമായിരിക്കും. അധികാരം പിടിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേക മിടുക്കുണ്ടാകും. ഇടവം നവാംശത്തിൽ ഉൾപ്പെട്ട മകം 2-ാം പാദക്കാർക്ക് ശുക്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഇവർ കലാപരമായ കഴിവുകളുള്ളവരും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നവരുമായിരിക്കും. പുറമേ ഇവർ ശാന്തരായിരിക്കും. മിഥുന നവാംശത്തിൽ ഉൾപ്പെട്ട മകം 3-ാം പാദക്കാർക്ക് ബുധന്റെ സ്വാധീനമുണ്ടാകും. ഇവർ നല്ല ബുദ്ധിശാലികളും സംഭാഷണ ചതുരന്മാരും ആയിരിക്കും. എഴുത്തിലും വായനയിലും അറിവ് നേടുന്നതിനും താല്പര്യമുണ്ടാകും. കർക്കടകം നവാംശത്തിൽ ഉൾപ്പെട്ട മകം 4-ാം പാദക്കാർക്ക് ചന്ദ്രന്റെ സ്വാധീനമുണ്ടാവും. ഇവർ കുടുംബത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നവരും ദയാലുക്കളും ആയിരിക്കും. എന്നാൽ വൈകാരികമായ തിരിച്ചടികൾ ഇവരെ തളർത്താം. മകം നക്ഷത്രക്കാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം അംഗീകാരമില്ലായ്മയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്താലും തിരിച്ചാരും തങ്ങളെ സ്തുതിക്കുന്നില്ല എന്ന തോന്നൽ ഇവരെ അലട്ടും. മറ്റൊരു രഹസ്യം ഇവരുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചതാണ്. സൂര്യന്റെയും കേതുവിന്റെയും സ്വാധീനം കാരണം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ പതിവാണ്. പങ്കാളിക്ക് തന്റെ വ്യക്തിത്വം പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ ഇവർ മടിക്കും. ഇത് പലപ്പോഴും ഈഗോ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. എന്നാൽ ഒരിക്കൽ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ ആ ബന്ധം നിലനിർത്താൻ ഇവർ കഠിനമായി പരിശ്രമിക്കും. പുരാണങ്ങളിൽ മകം നക്ഷത്രത്തെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ചില കഥകളിൽ മകം നക്ഷത്രത്തിന്റെ ഊർജം കാണാം. പിതൃലോകത്തിന്റെ വാതിലായിട്ടാണ് ഈ നക്ഷത്രം കണക്കാക്കപ്പെടുന്നത്. ദക്ഷിണായന കാലത്ത് പിതൃക്കൾ ഭൂമിയിലേക്ക് വരുന്നത് മകം നക്ഷത്രത്തിലൂടെയാണെന്ന് ചില പ്രാചീന ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുപോലെ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവർ ഒരു വീടിന്റെ ഐശ്വര്യമായിരിക്കും. മകം പിറന്ന പെണ്ണ് മാലോകർക്ക് കണ്ണാടി എന്നൊരു പ്രയോഗം ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. അവൾ തന്റെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും ഉയർത്തുമെന്നതാണ് ഇതിന്റെ അർത്ഥം. ഭരണരംഗം, രാഷ്ട്രീയം, ഉന്നത ഉദ്യോഗങ്ങൾ, സൈന്യം, നിയമം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ആ രംഗത്തെ കുലപതികളായി മാറും. പഴയകാല വസ്തുക്കൾ, ചരിത്രം, പാരമ്പര്യ വൈദ്യം തുടങ്ങിയവയിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. മകം നക്ഷത്രം ഹൃദയത്തെയും മുതുകിനെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, നട്ടലിന് വേദന, ദഹന പ്രശ്നങ്ങൾ എന്നിവയിൽ ഇവർ ശ്രദ്ധിക്കണം. പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ കർക്കടക വാവ് പോലുള്ള ദിവസങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത് ഇവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഉത്തമമാണ്. മകം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പരിഹാരം പിതൃക്കളെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. എല്ലാ മാസവും മകം നക്ഷത്ര ദിവസമോ കറുത്ത വാവിനോ പിതൃക്കൾക്ക് ബലിയിടുന്നത് ഗുണകരമാണ്. കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. പ്രശസ്തിയും ആരോഗ്യവും നിലനിർത്താൻ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് നന്നായിരിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് ഇവർക്ക് വലിയ പുണ്യം നൽകും. മകം ഒരു നക്ഷത്രമല്ല, അതൊരു പദവിയാണ്. അധികാരത്തിന്റെയും ആത്മീയതയുടെയും അപൂർവ സംഗമം. പിതൃക്കളുടെ അനുഗ്രഹത്താൽ നയിക്കപ്പെടുന്ന ഈ നക്ഷത്രക്കാർ തങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ലോകത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകാൻ കഴിവുള്ളവരാണ്. അഹങ്കാരം ഉപേക്ഷിക്കുകയും വിനയത്തോടെ പെരുമാറുകയും ചെയ്താൽ മകം നക്ഷത്രക്കാർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തതായി ഒന്നുമില്ല. മകം പിറന്ന മന്നൻ എന്ന പ്രയോഗം സാർത്ഥകമാകുന്നത് അവർ തന്റെ അധികാരം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങളൊരു മകം നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ വേരുകളെ ഓർക്കുക, നിങ്ങളുടെ പൂർവികരെ ബഹുമാനിക്കുക. ആ പ്രകാശത്തിൽ നിങ്ങൾക്ക് ലോകം കീഴടക്കാം.